നമസ്കാരം. വളരെ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ഗൃഹനാഥൻ മരിച്ചുപോയി. എന്നാൽ ജ്യോതിഷ പ്രവചന പ്രകാരം ആ മരിച്ച ആൾക്ക് ധാരാളം ദോഷങ്ങളുണ്ടെന്നും ആ ദോഷങ്ങൾ കുടുംബത്തിലുള്ളവർക്ക് ബാധിക്കുമെന്നും ജ്യോതിഷർ പറഞ്ഞു. ദോഷപരിഹാരത്തിനായി ധാരാളം പൂജാവിധികൾ ചെയ്യണമെന്നും ജ്യോതിഷർ നിർദ്ദേശിച്ചു. ആ സാധു കുടുംബം ആകെ ഭയപ്പെട്ടു. പരിഹാര ക്രിയകൾ ചെയ്തില്ലെങ്കിൽ ഇനിയും വലിയ അനർത്ഥങ്ങൾ കുടുംബത്തിൽ വരുമെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ ഈ പൂജാവിധികൾ ചെയ്യണമെങ്കിൽ ധാരാളം പണച്ചെലവ് വരുമെന്നും ഇതുകൂടാതെ സഞ്ചയനം, 16 അടിയന്തരം തുടങ്ങിയ കർമ്മങ്ങൾക്കും പണച്ചെലവ് വരുമെന്നും ഓർത്ത് അവർ ആകെ വിഷമത്തിലായി. ഇതിനൊക്കെ പണം കണ്ടെത്തുവാൻ ഒരു മാർഗവുമില്ലാതെ അവർ വിഷമിച്ചു നിൽക്കുന്ന ഒരു അവസരത്തിൽ എവിടെ നിന്നോ ഒരു തേജസ്വിയായ സന്യാസി അവിടെ എത്തുന്നു. അസാമാന്യ തേജസ്സും മധുരത്താൽ ജ്വലിക്കുന്ന നയനങ്ങളുമുള്ള ആ സന്യാസിയെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ബന്ധുമിത്രാദികൾ എഴുന്നേറ്റ് വണങ്ങി ആദരവോടെ ആ സന്യാസിയെ ഉമ്മറത്തോട്ട് കയറ്റിയിരുത്തി. എല്ലാവരും തൊഴുകൈകളോടെ ആ സന്യാസിയുടെ ചുറ്റും നിന്നു. ആ സന്യാസി എല്ലാവരെയും മന്ദസ്മിതം തൂക്കിക്കൊണ്ട് മധുരമാർന്ന ശബ്ദത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങളുടെ വിഷമങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. എല്ലാവരും സന്യാസിയെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. സന്യാസി തുടർന്നു, നിങ്ങൾ വിഷമിക്കേണ്ട, ഇതൊക്കെ വിശ്വാസങ്ങളാണ്. ഇതിനെ യാഥാർത്ഥ്യത്തോടെ കാണാതിരിക്കുക. ദോഷങ്ങളും പരിഹാരക്രിയകളും നിങ്ങളുടെ വിശ്വാസത്തെ തൃപ്തിപ്പെടുത്താനാണ്. ഇതിലൊന്നും യാതൊരുവിധ അർത്ഥങ്ങളുമില്ല. സത്യത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെ പൂവും പുഷ്പങ്ങളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിടുക. മരണം പരമാത്മാവിലേക്ക് ലയിക്കുന്ന ഒരു പരിവർത്തനമാണ്. മരണത്തെ ഒരു നല്ല മുഹൂർത്തമായി കാണുക. മനുഷ്യന്റെ അജ്ഞത മൂലമാണ് അവർ പല പല വിശ്വാസങ്ങളിൽ മുഴുകുന്നത്. അതിനെ യാഥാർത്ഥ്യബോധത്തോടെ കാണുകയും ചെയ്യുന്നു. അത് മനുഷ്യന്റെ കുറ്റമല്ല. ഇതെല്ലാം അവന്റെ അജ്ഞത മൂലമാണ് സംഭവിക്കുന്നത്. അവനിൽ ജ്ഞാനമുണ്ടാകുമ്പോൾ ഈ വിശ്വാസങ്ങൾ വെറും സങ്കല്പികമാണെന്ന് അവന് തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ ചടങ്ങുകൾ ഉപേക്ഷിച്ച് ഭാരിച്ച സാമ്പത്തിക ചെലവിൽ നിന്നും രക്ഷ നേടൂ. ഒപ്പം നിങ്ങളിൽ ജ്ഞാനമുണ്ടാകുവാനുള്ള വഴികളും തേടൂ എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസി അവിടെ നിന്ന് പോയി. സന്യാസി പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ സന്യാസിയെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. നല്ല സൗന്ദര്യവും തേജസ്വിയുമായ സന്യാസിയെന്നും ഇതിനു മുമ്പേ ഈ സന്യാസിയെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലെന്നും ആ സന്യാസിയുടെ മധുരമാർന്ന വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ മനസ്സിന് വലിയ സമാധാനവും സന്തോഷവും തോന്നുന്നുവെന്നും നമ്മുടെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തോട് പറയാതെ തന്നെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ആ സന്യാസി ഒരു സിദ്ധനാണെന്ന് വരെ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു. എല്ലാവരും സന്യാസിയുടെ വിശ്വസ്തരായി. അങ്ങനെ ചർച്ചയ്ക്ക് ശേഷം എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. സന്യാസി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള കർമ്മങ്ങൾ എല്ലാം ഉപേക്ഷിക്കണം. മരണം പരമാത്മാവിലേക്കുള്ള പരിവർത്തനമാണെങ്കിൽ സന്യാസി പറഞ്ഞതുപോലെ ഒരു ദോഷങ്ങളുമില്ല. കർമ്മങ്ങളും പൂജകളും നമ്മുടെ വിശ്വാസത്തെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇത്രയും പണം മുടക്കി ഈ പൂജകൾ ചെയ്യുന്നത്? മരണത്തെ ഒരു നല്ല മുഹൂർത്തമായി കണ്ടുകൊണ്ട് പൂജാവിധികളെല്ലാം അവർ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ആ കുടുംബം ഭാരിച്ച സാമ്പത്തിക അവസ്ഥയിൽ നിന്നും രക്ഷ നേടുന്നു. സാരംഗി ന്യൂസ്.